വലിയ വക്കീലാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? ഭർത്താവിനെ നിയന്ത്രിക്കാനും നിലയ്ക്ക് നിർത്താനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ? നീ എന്റെ തലയെടുക്കാൻ വരുന്ന എന്തിനാ? ഇക്കാര്യത്തിൽ ഇടപെടാൻ എന്നേക്കാൾ സ്വാതന്ത്ര്യ അവകാശം നിനക്കുണ്ട്. സ്വന്തം മോളായിട്ട് നീ ഉള്ളപ്പോ അങ്ങനെ ഒരു മാനസപുത്രിയെ വളർത്തിക്കൊണ്ട് വരണ്ടെന്ന് നിനക്ക് പറഞ്ഞൂടെ? അതിന് ഞാൻ പറഞ്ഞ് കേൾക്കില്ലല്ലോ. ഹോസ്പിറ്റലിലും വീട്ടിലും MD-യുടെ അധികാരഭാവമല്ലേ? ഛേ, മറ്റ് സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് പോലും നമ്മളെ മനഃപൂർവ്വം കൊച്ചാക്കി സംസാരിക്കുന്നത് ഡാഡിയുടെ പതിവായി മാറിയിരിക്കുക. അതങ്ങനെ തന്നെ വേണമല്ലോ. നിന്നെ ഇടിച്ചു താഴ്ത്തുന്നതിനോടൊപ്പം മറ്റവളെ തലയിലേറ്റിക്കൊണ്ട് നടക്കുകയല്ലേ. ഒരു ഔട്ട് പേഷ്യന്റ് പോലും വിശ്വസിച്ച് കയറി ചെല്ലാതെ ഈച്ചയായിട്ട് ഇരുന്നവള് ഇപ്പൊ ഭയങ്കര ബിസിയല്ലേ. ഗൗരി ഡോക്ടറുടെ കൈപുണ്യത്തിന്റെ കഥകളൊക്കെ പത്രത്തിൽ അടിച്ചു വരാൻ ഈ പോക്ക് പോയാൽ അധികം താമസം ഉണ്ടാവില്ല. അത്രയ്ക്ക് പബ്ലിസിറ്റി ആണല്ലോ അങ്ങേര് അവക്ക് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദേ പെണ്ണെ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനം കുത്തി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് അവളെ അവിടുന്ന് പടിയിറക്കാനുള്ള ഒരു വഴി കണ്ടുപിടിക്കേ. ഒരുമിച്ച് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ടും ഇതുവരെ നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്റെ മേക്കെട്ട് കയറാൻ വരുന്നത് എന്തിനാ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ മമ്മി? അവൾക്കെതിരെ കിട്ടിയ ആദ്യത്തെ അവസരം തന്നെ ഞാൻ മുതലാക്കിയതല്ലായിരുന്നോ? അതിങ്ങനെ ബൂമറാങ് പോലെ തിരിച്ചടിച്ചത് എന്റെ കുറ്റമാണോ? ഹോസ്പിറ്റലിലെ കുറെ ഏറെ മൂളികളുണ്ട്. ആ മല്ലികെ സുശീലെ, അവളെക്കുറിച്ചുള്ള അത്ഭുത കഥകൾ പാടി നടക്കാൻ ഡാഡി ചട്ടം കിട്ടിയിരിക്കുന്നത് അവരെയാ. അവൾക്ക് കിട്ടുന്ന ആ ഗ്രൗണ്ട് സപ്പോർട്ടാ നമുക്കുള്ള ഏറ്റവും വലിയ പാര. എടി 5 or 10 കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, അതുങ്ങളെയൊക്കെ കൂടെ നിർത്താൻ പറ്റുമെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന പോലെ സിമ്പിളായിട്ട് കാര്യം സാധിക്കാം. ആ ബുദ്ധിയൊക്കെ ഞാനും പയറ്റിയതാ. ആ മല്ലികയൊന്ന് വളഞ്ഞു വന്നതുമായിരുന്നു. അപ്പോഴേക്കും ആ പവിത്രം തിരിച്ചു വന്ന് ക്ഷമ പറഞ്ഞ് അവളുടെ കാലിലേക്ക് അങ്ങ് വീണില്ലേ. അതും കൂടെ ആയപ്പോ അവള് പിന്നെ ഡോക്ടർ ഗൗരിയുടെ PRO പണി ഏറ്റെടുത്തിരിക്കുക. ചിലന്തി വല കെട്ടുന്നത് പോലെ 4 വശം അവള് കെട്ടുമുറുക്കാൻ മോളെ. ദീപനുമായി അവൾ അടുപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ മറ്റു പലതും മനസ്സിൽ കണ്ടുകൊണ്ടാ. അവൻ ഇങ്ങനെ കള്ളും കഞ്ചാവും വലിച്ചു കയറ്റി ലക്കും ലഗാനും ഇല്ലാതെ നടക്കുന്നത് അവളൊരു അവസരമാക്കി മാറ്റുമെന്ന് ഉറപ്പാ. അതിനു മുമ്പ് അവളെ ഇവിടുന്ന് വേരോടെ പിഴുതെറിയാൻ നമുക്ക് പറ്റണം. അല്ല മോളെ, അന്ന് നീ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് വല്ലതും നടക്കുവോ? എടി, ആ മരുന്ന് മാറി കുത്തിവെക്കുന്ന കാര്യം വെച്ച് താമസിപ്പിക്കാതെ അതൊന്നും നടത്തിയെടുക്കാനേ. അതങ്ങനെ എടിപിടിന്ന് ചെയ്യാൻ പറ്റില്ല മമ്മി. പറ്റിയൊരവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാ ഞാൻ. അങ്ങനെ കാത്തിരുന്ന് ഒടുക്കം. വേണ്ട, എന്നെ കൊണ്ട് വെറുതെ നാക്കെടുത്ത് പറയിപ്പിക്കണ്ട. എന്താടി ശില്പേ, ഇന്ന് 1-ാം തീയതി ഒന്നും അല്ലല്ലോ. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തവരൊക്കെ കൂടണഞ്ഞല്ലോ. ഓസിന് കുടിക്കാൻ ഇന്നാരും ക്ഷണിച്ചിട്ടുണ്ടാവില്ല. എന്നും ചക്കാത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ മമ്മി. എനിക്കൊരുത്തന്റെയും ചക്കാത്ത് വേണ്ടടി, ഞാനത് ശീലിച്ചിട്ടുമില്ല. കുടിക്കാതെ വീട്ടിൽ വന്നതിന് വിഷമിക്കുന്ന അമ്മയും പെങ്ങളും ലോകത്ത് ഈ 2 പേര് മാത്രമേ കാണൂ. എന്നാൽ ഇനി ഒരു സന്തോഷ വാർത്ത. അല്ല, നിങ്ങളെ സംബന്ധിച്ച് അത് വലിയ സന്തോഷ വാർത്തയൊന്നും അല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാനങ്ങ് പറഞ്ഞേക്കാം, മദ്യത്തിനോട് ദീപനങ്ങ് സലാം പറയുക എന്നേക്കുമായിട്ട്. എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇത് പണ്ടും കുറെ കേട്ടിട്ടുള്ളതാണേ. ഒടുക്കം 4-ന്റെ അന്ന് 4 കാലയിലാവും വരവ്. നമുക്ക് കാണാം. ഏതായാലും മോന് നല്ല ബുദ്ധി തോന്നണേന്ന് അമ്മയും മോളും കൂടി മനസ്സുരുകി അങ്ങ് പ്രാർത്ഥിച്ചോ.
ഭീഷ്മപ്രതിജ്ഞ എടുത്ത് സേവനവാരം തുടങ്ങിയോ സാറ്? ദേ, ഈ വൃത്തികെട്ട സാധനങ്ങളൊക്കെ ഇവിടെ എങ്ങും വിടരുത്. ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോണം. ആ, ഇനി ഇതുപോലെ എല്ലാ വൃത്തികേടുകളും ഇവിടെ നിന്ന് തുടച്ചു മാറ്റി ഒരു ശുദ്ധികലശം നടത്താനാ എന്റെ തീരുമാനം. വീടും റൂമും മാത്രമല്ല, ചിലരുടെയൊക്കെ മനസ്സിലിരിപ്പിന്റെ കാര്യം കൂടെ ചേർത്താ ഞാൻ പറഞ്ഞത്. എന്താ മമ്മി? കണ്ടില്ലേ മോളെ, അവളുമായുള്ള കൂട്ടുകെട്ടിന്റെ ഗുണം അവനിൽ കണ്ടു തുടങ്ങിയ മട്ട. ഞാൻ കരുതി കുടി നിർത്തിയ കാര്യം അവൻ വെറുതെ പറഞ്ഞതാണെന്ന്. പക്ഷേ സംഗതി സീരിയസാ. മുറിയിലിരുന്ന സ്റ്റോക്ക് മുഴുവൻ കളയാൻ പോയിരിക്കുവാ. ചെറുക്കനെ അങ്ങ് മര്യാദക്കാരനാക്കി തന്തയുടെ മുന്നിൽ കൊണ്ട് നിർത്താമെന്ന് അങ്ങേർക്ക് വാക്കു കൊടുത്തിട്ടുണ്ടാവും അവള്. ആ നീക്കത്തിന്റെ ആദ്യ സ്റ്റെപ്പായിട്ട് അവള് ജയിക്കുകയും ചെയ്തു. ഇനിയിപ്പൊ കുടിയൊക്കെ നിർത്തി തന്തയുടെ കൂട്ട് ഇവനും നമ്മളെ അങ്ങ് ഭരിച്ചു തുടങ്ങും. മമ്മി പേടിക്കണ്ട. അയാള് കൂടി നിർത്തിയാലല്ലേ നമ്മളെയൊക്കെ ഭരിക്കാൻ വരൂ. എന്നാലേ അത് തടയാനുള്ള നല്ല ഒന്നാന്തര വഴി എന്റെ അടുത്തുണ്ട്. എന്തു വഴി? അതിനവനങ്ങ് നന്നാവാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. പക്ഷേ നമ്മൾ അതിനുള്ള അവസരം കൊടുക്കുന്നില്ലല്ലോ. ഇപ്പോഴത്തെ ഈ ആവേശം കഷ്ടിച്ച് 1 മണിക്കൂർ കഴിയുമ്പോ അതങ്ങ് തണുത്തോളും. ഡെയിലി മൂക്കറ്റം കുടിച്ചു വരുന്നവന് അത് കിട്ടാതെ വരുമ്പോ അതിൻ്റെതായ പ്രശ്നങ്ങൾ തുടങ്ങും. പാൽപിറ്റേഷൻ, ടെൻഷൻ, നെർവസ്നെസ്. അപ്പൊ അവന്റെ കൺമുൻപിൽ ഒരു സ്കോച്ചിന്റെ ബോട്ടിലിരുന്നാൽ എങ്ങനെയുണ്ടാവും? കളഞ്ഞുപോയ കളിപ്പാട്ടം കിട്ടിയ കുഞ്ഞിനെ പോലെ തുള്ളിച്ചാടും മമ്മിയുടെ പൊന്നുമോൻ. അതിനിപ്പോ നമ്മൾ എവിടെ പോയി സ്കോച്ച് സംഘടിപ്പിക്കാനാടി? അതിനൊക്കെ വഴിയുണ്ട് എന്റെ മമ്മി. എന്തിനും ഏതിനും മമ്മിയെ സഹായിക്കാൻ ഏത് സമയത്തും സന്നദ്ധനായി നിൽക്കുന്ന ഒരാളുണ്ടല്ലോ. അതാര്? നമ്മുടെ തോമസ് സാറേ. മമ്മി തോമസ് അങ്കിളിനെ വിളിച്ച് നല്ല ഒന്നാന്തരം മുന്തി ഒരു ബോട്ടിൽ കൊണ്ടുവരാൻ പറയും. ഞാൻ പോയി കളക്ട് ചെയ്തോളാം. എടി, അത് ഞാൻ എങ്ങനെ അടി തോമസ് സാറിനോട്? അറിഞ്ഞാൽ അയാൾ എന്ത് കരുതും? എനിക്കെങ്ങും വയ്യ. ഹോ, ഈ മമ്മിയുടെ ഒരു ജാട കാണുമ്പോഴാ. ഈ നല്ല പിള്ള ചമയിലൊക്കെ അങ്ങ് ഡാഡിയോട് മതി. ദേ, കാര്യം നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കണമെങ്കിൽ മതി. ഒന്ന് വിളിച്ചു പറയുന്നുണ്ടോ? അത്യാവശ്യമാണെന്ന് പറ. ചെല്ല്. എടി, എന്താ ഇത് പിന്നെ ഒന്നുമില്ല ഡാഡി. പിന്നെ ഒന്നുമില്ല. പിന്നെ നീ എന്തിനാ മറച്ചു വെക്കുന്നേ? എന്താ കാണിച്ചേ? കാണിക്കാൻ എന്തിനാണ് ഇത്? പറയടി, നിനക്കിത് എന്തിനാന്ന്? അത് പിന്നെ ഡാഡി, ഞാനും ദീപും ഞാനും തമ്മിലൊരു ബെറ്റ്. ഓ, സ്കോച്ച് ബോട്ടിൽ പന്തയം വെക്കാൻ എന്ത് ബെറ്റായിരുന്നത്? അത് പിന്നെ ദീപു വൈകിട്ട് വന്നപ്പോ പറഞ്ഞു ഇനി മുതൽ കുടിക്കുന്നില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് ഞാനും. മുമ്പ് ഇങ്ങനെ നമ്മൾ പറ്റിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വെറുതെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ. കള്ളം പറയുന്നു. അവനെ പരീക്ഷിച്ചു നോക്കാൻ നീ ആരടി? ആൽബർട്ട് ഐൻസ്റ്റൈനോ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോളാം. ഇതെനിക്ക് എവിടെ നിന്നടി? ആര് പറഞ്ഞിട്ടാ? പറയാതെ നീ ഉറങ്ങില്ല. ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. പറയടി. അയ്യോ ഡാഡി, ഞാൻ മമ്മി പറഞ്ഞിട്ട് തോമസ് അങ്കിളുടെ കയ്യിൽ നിന്ന് അവക്ക് കൊടുത്തേ നിന്റെ കരണത്തെ പൊട്ടിക്കണമെന്ന് എനിക്കറിയാം. അത് ഞാൻ ചെയ്യാത്തേ അഡ്വക്കേറ്റ് വന്ദനാകുമാരി പേടിച്ചിട്ടൊന്നുമല്ല. നിന്നെ തല്ലിയ നാറുന്നത് എന്റെ കൈയാണെന്ന് വിചാരിച്ചിട്ടാ. ഇവള് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ നീ പ്രസവിച്ച് തന്നെ അല്ലടി പറയാ. നിന്റെ തോമസ് സാറിനെ ഞാൻ നാളെ വിശദമായിട്ടൊന്ന് കാണുന്നുണ്ട്. ഈ കേസിലെ ആൾക്ക് എത്ര ഫീസ് എന്ന് വെച്ചാ അത് ഞാനായിട്ടങ്ങ് സെറ്റിൽ ചെയ്യാം. പിന്നെ എന്റെ അനുവാദം ഇല്ലാതെ നീയോ ഇവിടെ ആ മുറി കയറിയിട്ടുണ്ടെങ്കിൽ തീർത്തുകളെ ഞാൻ. മനസ്സിലായോ? ആകെ നാറിപ്പോയില്ലേ ഈശ്വര. നിന്നോട് ഒന്നും വേണ്ട, ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേടി. ആഹാ, ഇപ്പൊ എന്റേതായി കുറ്റം. പിന്നെ മമ്മി കേട്ട ഉടനെ ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ പോയത് എന്തിനാ? ഇത് അങ്ങേർക്ക് എന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി.
ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഡോക്ടർ എന്താ ഇപ്പൊ ട്രീറ്റ്മെന്റും കൺസൾട്ടിങ്ങും ഒക്കെ ഇങ്ങോട്ടാക്കിയോ? MD വരാൻ പറഞ്ഞു. പറഞ്ഞത് MD ആയതുകൊണ്ട് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് വേണമല്ലോ. MD പറഞ്ഞാൽ മാത്രമേ അനുസരിക്കുള്ളൂ അതോ? അങ്ങനൊന്നുമില്ല ഡോക്ടർ. കൊള്ളാവുന്ന കാര്യമാണെന്ന് തോന്നി ആര് പറഞ്ഞാലും അനുസരിക്കും. എങ്കിൽ കുഴപ്പമില്ല. പിന്നെന്താ ഡോക്ടർക്ക് എന്റെ ബ്രദറുമായിട്ടൊരു ചുറ്റിക്കളി? അതോ MD പറഞ്ഞതുകൊണ്ടാണോ അതോ കൊള്ളാവുന്ന കാര്യമാണെന്ന് മറ്റാരെങ്കിലും പറഞ്ഞു തന്നുകൊണ്ടാണോ? സോറി, ചുറ്റിക്കളി എന്നതുകൊണ്ട് ഡോക്ടർ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ദീപു ചേട്ടനെ കണ്ടതും അല്പം സംസാരിച്ചു എന്നുള്ളതും ഒക്കെ നേരാ. അതിന് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു മോശം അർത്ഥമൊന്നുമില്ല. ഓ, ദീപു ചേട്ടൻ. അപ്പൊ ചികിത്സ അവിടം വരെ എത്തി. ഗൗരി ഡോക്ടറുടെ കൈപ്പുണ്യം എന്തായാലും ശരിക്കും ഫലിക്കുന്നുണ്ട്. പക്ഷെ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഡോക്ടർ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നു പ്രതീക്ഷിക്കണ്ട കേട്ടോ. ദയാ മെഡിക്കൽ സെന്ററിന്റെ പുളിങ്കൊമ്പില് നീ വിചാരിക്കുന്ന പോലെ പിടിമുറുക്കാന്ന് കരുതണ്ട. ഗുഡ് മോർണിംഗ് ഗൗരി. ആ താൻ വന്നിട്ട് കുറച്ചു നേരമായോ? ഇല്ല സർ, ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ ഡോക്ടർ ശില്പയുടെ വക വിരട്ടോ ഭീഷണിയോ വല്ലതും ഉണ്ടായിരുന്നോ? ഏയ് നത്തിങ് സർ. വന്നത് എന്തിനാണെന്ന് ചോദിക്കായിരുന്നു എന്നോട്. അതറിഞ്ഞിട്ട് എന്തിനാണാവോ? താൻ വാ. സത്യത്തിൽ ദീപുവിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? ഫ്രാങ്ക്ലി ടെല്ലിങ്, പെട്ടെന്നുള്ള അവന്റെ ഈ ചേഞ്ച് എനിക്കങ്ങ് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അല്ല, എന്ത് മാജിക്കാ താൻ പ്രയോഗിച്ചത്? ഒരു മാജിക്കും എനിക്കറിയില്ല. ദീപു ചേട്ടനെ ഒന്ന് നേരിക്കണ്ട് സംസാരിക്കണമെന്ന് തോന്നി സംസാരിച്ചു. അതിലപ്പുറം ഒരത്ഭുത വിദ്യ ഞാൻ പ്രയോഗിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചെപ്പട വിദ്യയൊന്നും എനിക്കറിയേയില്ല. ഏതായാലും അതൊരു വെറും കാഷ്വൽ ടോക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവന്റെ മനസ്സിനെ കാര്യമായി മാറ്റിമറിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കാൻ കൂട്ടാക്കാത്തവൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാന്ന് പറഞ്ഞാൽ എന്ത് മാജിക് ആയാലും വേണ്ടില്ല. ഗൗരി, തന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനൊരു നന്ദി പറച്ചിലിന്റെ ഒന്നും കാര്യമില്ല സർ. ഉപദേശം കൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവില്ല എന്ന് ആദ്യമേ തോന്നിയിരുന്നു. അതുകൊണ്ട് അല്പം വിരട്ടും കളിയാക്കലും ഒക്കെയാ പ്രയോഗിച്ചത്. അത് ഇത്ര ഇഫക്റ്റീവ് ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഇനി സാറ് നോക്കിക്കോ, ദീപു ചേട്ടന് ഒരു കുഴപ്പമുണ്ടാവില്ല. അവന്റെ കാര്യത്തിൽ എനിക്കും വിശ്വാസമുണ്ട്. പക്ഷേ കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നത് മറ്റു ചിലരെ കുറിച്ച് ഓർത്താ. അവന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവര് ഇവിടെ തന്നെ ഉണ്ട്. തന്നോടായതുകൊണ്ട് പറയാലോ, അവന്റെ അമ്മ പോലും അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് സന്തോഷത്തോടെ അല്ല കാണുന്നത്. ഈ അവസ്ഥയിൽ അവൻ എത്ര നാൾ പിടിച്ചേക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഡാഡി, അല്ല ഈ അവതാരം എപ്പോ എത്തി? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ദീപു ചേട്ടാ. എങ്ങനെ രാത്രി സുഖമായിട്ട് ഉറങ്ങിയോ? പിന്നല്ലാതെ. ഉറക്കം കിട്ടിയില്ലെങ്കിൽ കഴിക്കാൻ ഡാഡി തന്ന ടാബ്ലറ്റ് അതേപോലെ ടേബിളിന്റെ മുകളിലുണ്ട്. ആഹാ, അതിന്റെ ആവശ്യമേ വന്നില്ല. അതൊരു നല്ല ലക്ഷണമാണല്ലോ. ഇനി അനാവശ്യമായ ചിന്തകളോടും ഫ്രസ്ട്രേഷനോടും ഒക്കെ ധൈര്യമായി ഗുഡ് ബൈ പറഞ്ഞോളൂ. ഡോക്ടർ, വെറുതെ ഇരിക്കുന്നതാ ദീപു ചേട്ടന്റെ ഇപ്പോഴത്തെ പ്രശ്നം. എന്തെങ്കിലും ഒന്നിൽ എൻഗേജ്ഡ് ആയാൽ മനസ്സ് പതുക്കെ ശാന്തമായിക്കോളും. പിന്നീട് ഒരിക്കലും ലഹരി എന്ന പ്രലോഭനത്തിൽ വീഴുകയില്ല. ആ പ്രലോഭനം ഇനി എന്തായാലും എന്റെ ലൈഫിൽ ഉണ്ടാവില്ല ഗൗരി. ദേ, എന്റെ ഈ ഡാഡിയെ കൊണ്ട് ഞാൻ പ്രോമിസ് ചെയ്യാ, ഇനി ഒരിക്കലും പഴയ കോലത്തിൽ നിങ്ങൾ ആരും എന്നെ കാണില്ല. കേട്ടോ ഡാഡി, എന്നെ ഡാഡിക്ക് തിരിച്ചു തന്നത് ഡാഡിയുടെ ഈ പ്രിയപ്പെട്ട സ്റ്റുഡന്റാ. അതിന് ഞാൻ എന്റെ ശിക്ഷയ്ക്ക് കാര്യമായ ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. അത് സമയമാകുമ്പോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അവളോട്. അല്ല, നീ അങ്ങോട്ടോ പോ. വെറുതെ ഒരു ഡ്രൈവ്. എന്താ, ഞാൻ തനിച്ചു പോകുന്നില്ല ഡാഡിക്ക് പേടിയുണ്ടോ? എന്തിനു പേടിക്കണം? ദീപു ചേട്ടന് ഇഷ്ടമുള്ളിടത്തൊക്കെ പൊയ്ക്കോട്ടെ. നമുക്ക് പ്രോമിസ് തന്നതല്ലേ. ദാറ്റ്സ് ഇറ്റ്. ആ മോനെ, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഗൗരി കൂടെ ഹോസ്പിറ്റൽ ഡ്രോപ്പ് ചെയ്തൊക്കെ. ഓ ഷുവർ, കം ഓൺ ഗൗരി. ഓക്കെ, ശരി സർ. ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടെന്ന് കരുതി മരുന്ന് മുടക്കണ്ട കേട്ടോ. ശരി.
ഒരു 2 ആഴ്ചത്തെ കൂടി മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. ശരി ഡോക്ടർ. മരുന്ന് തീരുന്നത് വരെ അധികം സ്ട്രെയിൻ ചെയ്യരുത്. കഴിയുമെങ്കിൽ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കണം. ജോലിക്ക് പോകാതിരുന്ന പ്രശ്നമാണ് ഡോക്ടർ. മരുന്ന് വാങ്ങാൻ പോലും നിവർത്തിയില്ലാത്ത അവസ്ഥയാ. ഒക്കെ മാറും. കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. ഓ, അത് കഴിഞ്ഞാ പിന്നെ നമ്മൾ അങ്ങ് റെഡി ആവില്ലേ? ദാ, പറഞ്ഞത് മറക്കണ്ട. പുകവലി പൂർണ്ണമായിട്ട് നിർത്തിയേക്കണം. ഇല്ലെങ്കിലേ അടുത്ത തവണ വരുമ്പോ ഞാനിവിടെ പിടിച്ച് അഡ്മിറ്റ് ചെയ്യും. പറഞ്ഞേക്കാം. എന്നാ പൊക്കോട്ടെ. ഹലോ. ഹലോ ഗൗരി, ഞാൻ അലനാണ്. ഹലോ. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഗൗരി തിരക്കിലാണോ? കുറച്ച് ഓപ്പയുണ്ട്. എന്തായാലും ചേട്ടാ, എന്തിനാ വിളിച്ചേ? എനിക്ക് ഗൗരിയോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. എപ്പോഴാണ് നേരിൽ കാണാൻ പറ്റുന്നേ? ഞാൻ ഫ്രീ ആവാൻ ഒരു 1/2 മണിക്കൂർ കഴിയും. എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ അലൻ ചേട്ടാ? അല്പം സീരിയസ് ആയ ടോപ്പിക്കാ. സാരമില്ല, ഗൗരിയുടെ ഡ്യൂട്ടി നടക്കട്ടെ. തിരക്ക് കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ശരി. ഡ്രൈവർ, ഒന്ന് വണ്ടി നിർത്തൂ. ഇതൊക്കെ ഇങ്ങനെയായി പോയത് എന്റെ കുറ്റം കൊണ്ടാണോ ഗൗരി? പറ, നീ പറ. അവളെ സ്നേഹിച്ചു പോയത്, ഉപേക്ഷിക്കാൻ മനസ്സില്ലാതെ പോയതാണോ ഞാൻ ചെയ്ത തെറ്റ്? എല്ലാവർക്കും എല്ലാവരുടെ ജീവിതം തിരിച്ചു കിട്ടി. സയനയ്ക്ക്, ഗായത്രിക്ക്, ഗൗരിക്ക്, എന്റെ അനിമോൾക്ക്, അങ്ങനെ എല്ലാവർക്കും. പക്ഷേ ഈ അലന് മാത്രം ഒരു ജീവിതമില്ലാതെ പോയി. ജയിൽ പുള്ളിയായി. ദാ ഇപ്പൊ പെരുവഴിയിലുമായി. പോരെ, ഇത്രയൊക്കെ കിട്ടിയ പോരെ എനിക്ക്? എന്താ, നിനക്കൊന്നും പറയാനില്ലേ? അതോ ഞാൻ ഇതൊക്കെ അർഹിക്കുന്നുണ്ടെന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അലൻചേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ചേച്ചി അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചേച്ചി പറയുന്നതിൽ ന്യായമില്ലേ? അലൻചേട്ടൻ എന്താ അത് ആലോചിക്കാത്തത്? അതെ, എല്ലാവർക്കും അവരവരുടേതായ ന്യായങ്ങളുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ കഴിയണമെന്ന് ഭാര്യ പറയുന്നത് ന്യായം. ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ ഒപ്പം ജീവിക്കാൻ പറ്റില്ലെന്ന് നിന്റെ ചേച്ചി പറയുന്നത് ന്യായം. മാനസാന്തരം വന്ന മരുമകളെ തള്ളിക്കളയുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്ന എന്റെ വീട്ടുകാർ പറയുന്നതിൽ ന്യായമുണ്ട്. അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങളും നിലപാടും ഒക്കെയുണ്ട്. അലന് മാത്രം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ന്യായവുമില്ല, നിലപാടുമില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ഇപ്പൊ ആരും ഇല്ലതാനും. ഇങ്ങനെ സ്വയം നിന്ദിച്ചും കുറ്റപ്പെടുത്തിയും നടന്നിട്ട് എന്ത് കാര്യം? സൈനയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അലൻചേട്ടന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല? അവൾ ഭാര്യ എന്ന അവകാശം സ്ഥാപിച്ച് ആ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം, ആ ബന്ധത്തെ അലൻചേട്ടന്റെ വീട്ടുകാർ അംഗീകരിക്കുന്നിടത്തോളം കാലം എന്റെ ചേച്ചിക്ക് എങ്ങനെ അലൻചേട്ടനോടൊപ്പം കഴിയാനാവും? ആ ബന്ധത്തിന് നിയമപരമായി എന്ത് വാലിഡിറ്റിയാ ഉള്ളത്? ചേച്ചിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അമ്മാളുടെ കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. നിയമപരമായി ഒരു ബന്ധം നിലനിൽക്കുമ്പോ എല്ലാ അവകാശത്തോടും കൂടി അവൾക്ക് എങ്ങനെ നിങ്ങളെ അച്ഛന്ന് വിളിക്കാൻ കഴിയും? അലൻ ഏതോ ഒരു പെണ്ണിലുണ്ടായ ജാരസന്തതി, അതാവും എന്റെ അമ്മാളുന്റെ ലേബൽ. അങ്ങനൊരു വിശേഷണം അമ്മാളൂന് ഉണ്ടാവാൻ പാടില്ലെന്ന് അവളുടെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തെറ്റു പറയാൻ പറ്റുമോ? എന്റെ ചേച്ചി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഇപ്പോഴും അലൻചേട്ടന്റെ ഈ അവസ്ഥയിൽ അലൻചേട്ടനേക്കാൾ സങ്കടപ്പെടുന്നുണ്ടവര്. മാറി നിന്ന് സങ്കടപ്പെടാനും സഹതാപിക്കാനൊക്കെ ആർക്കും പറ്റും. അതിലെന്താ അർത്ഥം ഉള്ളത്? അവളൊന്നും മനസ്സ് വച്ച സൈന ഇനി എന്തൊക്കെ വേഷം കെട്ടി ആടിയാലും അതൊന്നും വില പോവില്ല. നിയമപരമായിട്ടല്ലാതെയും സ്വന്തം ജീവിതം മാന്യമായും സന്തോഷത്തോടെയും ജീവിക്കുന്ന എത്രയോ ബന്ധങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇല്ലേ ഗൗരി? അവൾ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ സൈന സ്വയം അടുത്ത് പിന്മാറുകയും ചെയ്യായിരുന്നു. അലൻചേട്ടൻ ഈ പറയുന്നതെല്ലാം വെറും സാധ്യതകൾ മാത്രം. അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കണമെന്നില്ല. ഇപ്പൊ തന്നെ ബെന്നിച്ചന്റെ മരണത്തിന് ശേഷം
എല്ലാവരും കരുതിയത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സയന എന്നേക്കുമായി ഒഴിഞ്ഞുപോയി എന്നാണ്. പക്ഷെ സംഭവിച്ചതോ? എപ്പോഴോ തോന്നിയ ഒരു മാനസാന്തരത്തിന്റെ പേരിൽ പൂർവാധികം ശക്തിയോടെ ആ സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ ബന്ധം നിങ്ങളുടെ വീട്ടുകാരും സമൂഹവും അംഗീകരിക്കുന്നിടത്തോളം കാലം ചേച്ചിക്കും അമ്മാളൂനും അലഞ്ചേട്ടന്റെ ജീവിതത്തിൽ എന്ത് പ്രസക്തിയാ ഉള്ളത്? പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് എല്ലാവരെയും വെല്ലുവിളിച്ച് ഒരുമിച്ച് ജീവിക്കാം. പക്ഷെ അത് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിക്കൊള്ളണമെന്നില്ല. ഭാര്യ എന്ന അവകാശം ഉപയോഗിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവോ അതൊക്കെ അവൾ ചെയ്തിരിക്കും. കൈയും കാലും കെട്ടിയിട്ട് കടലിൽ നീന്താൻ പറയുന്നത് പോലൊരു ജീവിതമായിരിക്കും മുന്നിലുണ്ടാവുക. അപ്പോ നിന്റെ ചേച്ചിയുമായിട്ട് ജീവിക്കാൻ മുന്നിൽ ഒരു വഴി അവശേഷിക്കുന്നില്ല അല്ലേ?